السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. या इलाही हर जगह तेरी अता का साथ हो, जब बड़े मुश्किल शहे मुश्किल कुशा का साथ हो. या इलाही रहम फरमा मुस्तफ़ा के वास्ते, चमक तुझसे पाते हैं सब पाने वाले. मेरा दिल भी चमका दे चमकाने वाले, बरसता नहीं देख कर अब्र रहमत, बदों पर भी बरसा दे बरसाने वाले. വേദിയിൽ ഉപവിഷ്ടരായ മഹാനായ സയ്യിദ് മദക്കത്തങ്ങൾ ഉസ്താദ്, അതുപോലെ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ചെയർമാനും എല്ലാമെല്ലാമായ ഡോക്ടർ സൈനി ഉസ്താദ്, അതുപോലെ നമ്മുടെ ഇവിടുത്തെ മുദരിസുമാർ തഖിയുദ്ദീൻ മദനി ഉസ്താദ് അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാർ, ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, നല്ലൊരു മജ്ലിസാണ്. എന്തുകൊണ്ടും ധന്യമായ മജ്ലിസ്. കാരണം അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് നമ്മളിവിടെ പറയുകയും ആ ബദരീങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള മഹാനായ മർഹൂം ഖുറത്തു സാദാത്ത് കൂറത്തങ്ങൾ അവരെയും അനുസ്മരിക്കുന്ന ഒരു മജ്ലിസായതുകൊണ്ട് നാം ഒക്കെയും ഇങ്ങനെയുള്ള ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചതിൽ ആദ്യമായി അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് അവറുകൾ മഹാനായ ഖുറത്തു സാദാത്ത് കൂറത്തങ്ങളുടെ അനുസ്മരണ പ്രഭാഷണം ഇവിടെ നടത്തും. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ ചുരുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ ഒരുപാട് വാക്യാത്തുകൾ, സംഭവങ്ങൾ നാം ലൈവായി കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരു സമയമാണ്. ഒരു ഭാഗത്ത് നിങ്ങൾ നോക്ക്, വയനാട്ടിൽ ഒരുപാട് ആളുകൾ ഉരുൾപൊട്ടൽ കൊണ്ട് മരിച്ചു കിടക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ചെറിയ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപാട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനെ എന്തായാലും എല്ലാ നിലക്കും റബ്ബിനെ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. കാരണം നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇട്ടുതരുന്നത്. അത് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എന്നിട്ടും നമുക്ക് പാഠം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണോ അല്ലെങ്കിൽ മൃഗമാണോ എന്നുള്ള ഒരു തിരിച്ചറിവ് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട സമയം വളരെ നമ്മുടെ മുമ്പിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ഈ ഭൂമി ലോകത്ത് നിശ്ചിതമായ ജീവിതം മാത്രമാണ് ഇവിടെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. ആ ലികുല്ലി ഷൈഇൻ അജലും മുസമ്മ, എല്ലാ വസ്തുക്കൾക്കും ഇവിടെ നിശ്ചിത സമയമുണ്ട്. ആ സമയത്തിന്റെ ഉള്ളിലായി ഞാനും നിങ്ങളും ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ബാധ്യതകളെല്ലാം ചെയ്തു തീർക്കേണ്ടതുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത എന്താണ്? ദാറ്റ് ഈസ് ടൈംലി പ്രയർ. നാം കൃത്യമായി സമയത്തിന് പങ്ക്ച്വലായിക്കൊണ്ട് നമ്മൾ നിർവഹിക്കുന്നതായ നമസ്കാരങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബാധ്യതകൾ. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ള എല്ലാ ആണിനിക്കും പെണ്ണിനിക്കും നിർബന്ധമായ 5 നേരത്തെ നമസ്കാരമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് കഴിവുണ്ടോ എങ്കിൽ സക്കാത്ത് കൊടുക്കാം, ഹജ്ജ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം.
എന്നാൽ നിസ്കാരം നാം വളരെ കർശനമായി കൊണ്ട് തന്നെ എല്ലാ സഹോദരന്മാരും എല്ലാ സഹോദരിമാർ നാം എവിടെയാണെങ്കിലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് കർശനത വേണം. അത് നാം വളരെ ഗൗരവത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളാണല്ലോ ഞാനും നിങ്ങളും. അപ്പോൾ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യവും കൂടിയാണ് ആ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കൊരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ദീനുൽ ഇസ്ലാം എത്തിച്ചു തന്നു. ഈ ദീനുൽ ഇസ്ലാമിനെ നമ്മൾ വളരെ ശക്തമായ നിലക്ക് നാം അനുസരിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നാം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും മേൽ ഏറ്റവും വലിയ ബാധ്യത. നാം മുഅ്മിനായി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതായ സമയം നമ്മുടെ മുമ്പിൽ തന്നെ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതെല്ലാം കണ്ടുകൊണ്ട് നാം പിന്നെയും ബോധം നമുക്ക് വരുന്നില്ലെങ്കിൽ തീർച്ചയായും നാം ഭയക്കേണ്ടതാണ്. ഓ മുഅ്മിനീങ്ങളെ, ഏത് സമയത്ത് എന്ത് സംഭവിക്കും എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ നിത്യമായ ദൈനംദിനമായ ജീവിതം അത് നല്ല സംശുദ്ധമായ നിലയ്ക്ക് നമ്മുടെ രഹസ്യവും പരസ്യവും ഉള്ളും പുറവും എന്താകേണ്ടതുണ്ട്? വെള്ള നിറയേണ്ടതുണ്ട്. നല്ല സോഫിയായ നിലക്ക് തെളിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവുമെല്ലാം നന്നാകേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളെ, നാം ചിലപ്പോൾ ഇന്ന് ചെയ്യേണ്ട അമലുകൾ നാളേക്ക് നീട്ടിവെച്ചേക്കാം. അത് സ്വാഭാവികമാണ്. ഒരു കവി പാടുകയാണ്, വലാ തബ്ഖ ഫിഅലസ് സാലിഹാത്തി ഇലാ ഗദിൻ ലഅല്ല ഗദൻ യഅതി വഅൻത ഫഖീദു. നീ ഇന്ന് ചെയ്യേണ്ട കാര്യം നാളേക്ക് നീട്ടിവെച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ലഅല്ല ഗദൻ യഅതി, ടുമാറോ വിൽ കം, നാളെ എന്നുള്ള ദിവസം വന്നിരിക്കും. പക്ഷേ വഅൻത ഫഖീദു, നീ നാളെ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നുള്ള യാതൊരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് തന്നെ നാളേക്ക് വേണ്ടി നീ ഒരു അമലിനെയും നീട്ടിവെക്കേണ്ടതില്ല, ഇന്ന് തന്നെ ചെയ്തു പൂർത്തിയാക്കണം. മഹാനായ ഖുറത്തു സാദാത്ത് ഫളൽ കോയമ്മ തങ്ങള്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവരൊക്കെയും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തുകൊണ്ട് അവർ അല്ലാഹുവിലേക്ക്, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി പോയി. മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് പോകുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ അവർക്ക് വലിയ പദവിയും അവർക്ക് വേണ്ടുന്നതായ എല്ലാ സന്തോഷങ്ങളും അനുഭൂതികളും അനുഭവിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവർക്ക് അവരുടെ ഖബറിൽ വളരെ വിശാലമായി ജീവിക്കാൻ പറ്റുന്നു. മഹ്ശറയിലെത്തിയാൽ അവർക്ക് അല്ലാഹു അർശിന്റെ തണലിട്ട് കൊടുക്കുന്നു. സ്വർഗ്ഗത്തിലെത്തിയാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സഹവസിക്കാൻ മുറാഫഖത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗ്യം ലഭിക്കുകയാണ്. മാത്രമല്ല മുഅ്മിനീങ്ങളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല, മഹാനായ കൂറത്ത് തങ്ങൾ അവർകൾ അവിടുത്തെ ജീവിത ശൈലി 30-ലധികം വർഷം കൂറത്തായിരുന്നു. നമുക്ക് അവിടുത്തെ ചരിത്രം അന്വേഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാനവറുകൾ ഉള്ളാളത്തിലായിരുന്നു പഠിച്ചതിന് ശേഷം മഹാനവറുകൾക്കുള്ള താല്പര്യം എന്താണ്? ഉസ്സുലത്താണ് എന്ന് പറഞ്ഞാൽ ഏകാന്തമായി ജീവിക്കുക എന്നുള്ളതാണ് മഹാനവറുകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മഹാനവറുകള് ആരുമില്ലാത്ത കാട് പ്രദേശമായ ഒഴിഞ്ഞ പ്രദേശമായ കൂറത്തെത്തി അവിടെ 30-ലധികം വർഷം ദീനീ ഖിദ്മത്തുമായി മുന്നോട്ടു പോയത്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകളുടെ ജീവിതം സരള ജീവിതമാണ്. വളരെ വിനയത്തോടുകൂടിയാണ് അവിടുത്തെ ജീവിതം നാം ഒക്കെയും കണ്ടത്. മഹാനവറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്താണെന്നറിയുമോ? അവിടത്തേക്ക് വന്യപിതാവിനോടും മാതാവിനോടും വല്ലാത്ത ആദരവാണ്. മഹാനവറുകൾക്ക് ലഭിച്ച ഏറ്റവും വലിയ
വലിയ ദറജ. ഉമ്മയോടും വാപ്പയോടും വല്ലാത്ത ആദരവാണ്, അദബാണ്, സ്നേഹമാണ്. അതിൽ നമുക്കൊരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അല്ലാഹു തആല വലിയ ദറജ കൊടുത്തത്. ഒന്ന്. മറ്റൊരു കാരണം നമുക്കറിയാം, മഹാനവറുകളുടെ ഇബാദത്തിന്റെ വിഷയം, അവിടുത്തെ കൃത്യനിഷ്ഠത, അവിടുത്തെ ഖുർആനോത്ത്. റമദാനിൽ തന്നെ അവിടുന്ന് തന്നെ തുറന്നു പറഞ്ഞതാണ് 28 ഖത്മുകൾ ഓതി. എല്ലാ റമദാനാകുമ്പോൾ പ്രത്യേകിച്ചും അല്ലാത്ത സമയത്തും ഖുർആനോത്ത് ധാരാളമാണ്. വിശിഷ്യ റമദാൻ മാസം വരുമ്പോൾ ഖുർആനിന്റെ മാസമാണല്ലോ. ധാരാളം ഖത്മുകൾ തീർത്തുകൊണ്ട് ഖുർആനുമായി വല്ലാത്ത അഭേദ്യമായ ബന്ധമായിരുന്നു മഹാനായ തങ്ങളവറുകൾക്ക്. അതുപോലെ തന്നെ നാം ഇവിടെ പാരായണം ചെയ്ത ആ ബദരീങ്ങളുടെ അസ്മാ ഉണ്ടല്ലോ, ബദരീങ്ങളുമായി അവരുടെ പേരുകളെന്നും പറയുകയും അവരെ പറ്റി വല്ലാത്ത മനസ്സിൽ മതിപ്പ് കാണിക്കുകയും അവിടത്തേക്ക് വല്ലാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി ചെന്നെത്തുന്നതായ ആളുകൾക്ക് സ്വഹാബുൽ ബദരീങ്ങളുടെ പേരിൽ യാസീൻ ഓതാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ് ബദരീങ്ങൾ? പറയാൻ ദിവസങ്ങളല്ല, വർഷങ്ങളല്ല, നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ ബദരീങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരിക്കലും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. നഫഹാതു റബ്ബിൽ അർശി ഹഖൻ തക്സുറു ഫി മൗദിഇൻ അസ്മാഉ ബദരിൻ തുദ്കറു. മഹാനായ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ മഹാനവറുകൾ അവിടുത്തെ ബദർ മൗലിദിൽ പാടിയില്ലേ, നഫഹാത്ത്, അല്ലാഹുവിന്റെ കൊടുതികൾ, അല്ലാഹുവിന്റെ കൊടുതികൾ, നഫഹാതു റബ്ബിൽ അർശി ഹഖൻ തക്സുറു, അത് വർദ്ധിക്കുകയാണ്. എവിടെ? ഫീ മൗദിഇൻ അസ്മാഉ ബദരിൻ തുദ്കറു, ബദരീങ്ങളുടെ പേര് പറയുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ കൊടുതികൾ, അനുഗ്രഹങ്ങൾ ഇങ്ങനെ മഴ വർഷിക്കുന്നത് പോലെ ഭൂമി ലോകത്തിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് പറയാനുണ്ട് ബദരീങ്ങളെ കുറിച്ച്. ഹും ശുജ്ജഉൽ ഖൽബി ഫീ ഹർബിൻ വ മഅരികത്തിൻ, അവർ എന്താണെന്നറിയുമോ? ശുജാഇകളാണ്, ധീരന്മാരാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രക്തവും മാംസവും മജ്ജവും എല്ലാം സമർപ്പിച്ച ആ അസ്ഹാബുൽ ബദരീങ്ങളെ തങ്ങളവർക്ക് വല്ലാത്ത ബന്ധമായിരുന്നു. അവിടുത്തെ എല്ലാ സംസാരവും, ബദരീങ്ങളില്ലാത്ത സംസാരം അവിടത്തേക്കുണ്ടായിരുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങള് ബദരീങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് മതിപ്പുണ്ടാക്കി കൊടുക്കുകയും കോടിക്കണക്കിൽ അവിടുത്തെ 30 വർഷത്തിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു നോക്കിയാൽ ലക്ഷക്കണക്കിലെ ആളുകളെ കൊണ്ട് എത്രയാണ്, കോടിക്കണക്കിലെ അസീനാണ് മഹാനായ ഖൂറത്ത് തങ്ങളവർ ഓദിപ്പിച്ചത്. അത് തന്നെ മഹാനവറുകളുടെ ദർജ വർദ്ധിക്കാൻ അത് തന്നെ മതിയല്ലേ സഹോദരന്മാരെ? ആ മഹാനവറുകള് നമുക്കൊക്കെയും അവിടുത്തെ ജീവിതം വലിയ പാഠമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട സൽക്കർമ്മങ്ങളൊക്കെയും പെട്ടെന്ന് നാം ചെയ്തു തീർക്കണം. നാളേക്ക് വേണ്ടി ഒന്നും നീട്ടിവെക്കാതെ നമ്മുടെ ഈ ദുനിയാവിലുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള ജീവിതം ആയെങ്കിൽ മാത്രമാണ് എനിക്കും നിങ്ങൾക്കും ഈമാനോടുകൂടെ ഇവിടെ ജീവിച്ച് അവസാനം ഈമാൻ കിട്ടി മുഖം ലംഘി ഹൃദയം ലംഘി നമുക്ക് മരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം, ടാർഗറ്റ്. അതാണ് മഹാനായ അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്തായതിനു ശേഷം അവിടുത്തെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെടുകയാണ്. അപ്പോൾ അവിടുന്ന് ചോദിക്കുന്നു, മൽ ഖബറു യാ അബുൽ ഖാസിം, നിങ്ങളുടെ ബർസഖിയായ ഖബർ ജീവിതം എങ്ങനെയുണ്ട്? അപ്പോൾ അവിടുത്തെ മറുപടി എന്താണെന്നറിയുമോ? ഞാൻ ഈ ദുനിയാവിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു, ഞാൻ ഒരുപാട് ദീനിന് ഖിദ്മത്ത് ചെയ്തു, ഒരുപാട് നന്മകൾ ചെയ്തു. പക്ഷേ എനിക്കതൊന്നും ഉപകാരം ചെയ്തിട്ടില്ല. എന്റെ ഖബറിൽ എനിക്കതൊന്നും ഫലപ്രദമായിട്ടില്ല. എനിക്ക് ഖബറിൽ ഫലപ്രദമായത് എന്താണെന്നറിയുമോ?
പാതിരാത്രിയുടെ നിശബ്ദതയിൽ എല്ലാ ജനങ്ങളും കടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിനെ മാത്രം ഓർത്തുകൊണ്ടുള്ള ആ 2 റക്അത്ത് തഹജ്ജുദ് നമസ്കാരം മാത്രമാണ് എന്റെ ഖബറിൽ എനിക്ക് ഫലപ്രദമായിട്ടുള്ളൂ എന്ന് മഹാനായ സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എല്ലാം കബൂലായി കിട്ടണം. എല്ലാം കബൂലായി കിട്ടിയാലേ നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ടതൊക്കെയും ഫലപ്രദമാവുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നാം ചെയ്തതായ പ്രവർത്തനങ്ങളെ കൊണ്ട് യാതൊരു ഫലവുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, മത്അമുഹു ഹറാം മൽബസുഹു ഹറാം മശ്റബുഹു ഹറാം, കുടിക്കുന്നതും ധരിക്കുന്നതും ഇങ്ങനെ തുടങ്ങി എല്ലാം തിന്നുന്നതെല്ലാം ഹറാമാണ്. അന്നാ യുസ്തജാബു ലഹാ, എവിടെന്നാണ് ഉത്തരം കിട്ടുക? നമ്മൾ പറയുന്നു ഞാൻ ദ്വാരക്കുന്നു, ഉത്തരം കിട്ടുന്നില്ല. ഉത്തരം കിട്ടണമെങ്കിൽ നമ്മുടെ രഹസ്യവും പരസ്യവും നന്നാകണം. മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ നാട്ടുകാരായ മഞ്ചക്കാരായ നിങ്ങളൊക്കെ വലിയ ഭാഗ്യവന്മാരാണ്. ഞാൻ ഇവിടത്തേക്ക് ആദ്യമായി സന്ദർശിച്ചതാണ്. അൽഹംദുലില്ലാഹ് ഒരു ഹള്ളി പ്രദേശമാണെങ്കിലും ഇവിടെ കാണുന്ന ദീനീ ചൈതന്യം, ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ അല്ലാഹുവിന്റെ നൂറായ ഇൽമിനെ പഠിക്കുകയാണ്. സുന്ദരമായ പള്ളി ദർസ്, മഹാനായ ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് അവരുടെ വലിയ നേതൃത്വം. അൽഹംദുലില്ലാഹ്. ഓ പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ നാട്ടിലേക്ക് ഇവിടെ കാണുന്ന മുതഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, വിശിഷ്യ സൈനി ഉസ്താദിന്റെ നേതൃത്വം ലഭിച്ചത്. ഒരുപാട് തിരക്കുകളും മറ്റു സ്ഥാപനങ്ങൾ വർക്കസും ഒരുപാട് സ്ഥാപനങ്ങളുടെ നേതൃത്വം ഉസ്താദിനിക്ക് ഉണ്ടെങ്കിലും ഈ ഒരു ഹള്ളി പ്രദേശത്തിൽ വന്നെത്തിയത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ നാട് നമുക്ക് ഭാവിയിൽ വൈജ്ഞാനികമായി ഒരു എഡ്യൂക്കേഷൻ സിറ്റി തന്നെയായി മാറേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷേ ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം ക്യാൻറ്റീനിലാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 4 കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ കറികളും അതിന്റെ ഐറ്റംസുകളും നമുക്ക് എത്രയാണ് ചെലവ് വരിക? എന്നാൽ ഇവിടെ ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഇപ്പൊ തുടക്കത്തിലുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് കൂടിക്കൊണ്ടുവരികയാണ്. 40ഉം 50ഉം 100ഉം ഇങ്ങനെ കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് അവർക്കുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, അതും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്, വലിയ സദഖയാണ്. തദ്ഖുലുൽ ജന്നത ബിസലാം, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ചില കാര്യങ്ങൾ. സലാം വ്യാപിക്കുക, മുഅ്മിനീങ്ങളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാം. അതുപോലെ തന്നെ ഭക്ഷണം വിതരണം ചെയ്യുക എന്നുള്ളത്, അത് വിചാരണയില്ലാതെ ഡയറക്റ്റായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ, മഞ്ചയിൽ പഠിക്കുന്ന കുട്ടികൾ ക്യാൻറ്റീനിൽ അവർക്ക് നാം നല്ല ഭക്ഷണം കൊടുക്കണം. അവിടത്തേക്ക് മാസത്തിൽ എത്രയാണ്? ഒരു കുട്ടികൾക്ക് ചിലപ്പോൾ നമുക്ക് കഫാലത്തായി ഏറ്റെടുക്കാം. ഒരു കുട്ടിക്ക് വർഷത്തിൽ 25,000 രൂപയാണോ, അല്ലെങ്കിൽ ഒരു മാസത്തിലേക്ക് എത്രയാണോ, ഇങ്ങനെ കഫാലത്തായി സ്പോൺസറുകളായി നമുക്ക് നാട്ടിലുള്ളവർക്കും വിദേശത്തിലുള്ളവർക്കും നമ്മുടെ കുട്ടികളെ ഏറ്റെടുത്ത് പഠിപ്പിച്ചാൽ നമുക്ക് വലിയ പ്രതിഫലമാണ് മുഅ്മിനീങ്ങളെ ലഭിക്കുക. ഒന്നുമല്ലെങ്കിൽ കഴിയുന്നത് പോലെ ഇറച്ചിയും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, വെജിറ്റബിളുകൾ, ഇങ്ങനെ തുടങ്ങിയതായ ഐറ്റംസുകൾ നമ്മൾ നമ്മുടെ കുട്ടികളെ ഭക്ഷണത്തിന് നൽകുകയും, അതുപോലെ ഇവിടെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കണം. അപ്പൊ ഇപ്പൊ പിരിവിന് ഇങ്ങനെ റിസീവർമാർ പോയാലും അതിനൊക്കെ പരിമിതിയുണ്ട്, നിശ്ചിത തുക മാത്രം ലഭിക്കുകയുള്ളൂ. എന്നാൽ മുഅ്മിനീങ്ങൾ മനസ്സറിഞ്ഞു കൊടുത്താൽ, മുഅ്മിനീങ്ങൾ മനസ്സ് തുറന്നാൽ നമ്മുടെ ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് അവർക്ക് നടത്താൻ ഒരു പ്രയാസമുണ്ടാവുകയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളൊക്കെയും എല്ലാ സഹോദരിമാർ നമുക്ക് സ്വന്തമായി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എത്ര ആളുണ്ട്? ഒരാളോട് ഒരു 100 രൂപ വാങ്ങിയാൽ നമുക്ക് ഒരു 10 ആളാകുമ്പോൾ 1000 ഇങ്ങനെ സ്വരൂപിച്ചുകൊണ്ട് നാം ഈ പദ്ധതിയിലേക്ക്, ഈ സ്ഥാപനത്തിലേക്ക് കൈകോർക്കണം മുഅ്മിനീങ്ങളെ. ഇത് മാത്രം നമുക്ക് മരിച്ചാൽ കിട്ടും. ഞാനും നിങ്ങളും നാളെ മരിച്ചാൽ നമുക്ക് ജാരിയായ സദഖയാണ് കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ
ഈ സദഖ അത് കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ആരാണ്? ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളാണ്, അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, സ്ഥാപനം. അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് നാട്ടുകാരായ നിങ്ങളൊക്കെയും അതുപോലെ പുറനാട്ടുകാരും വിദേശികളൊക്കെയും സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിനെ ഉയർത്തണമെന്ന് ഞാൻ സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് അവസരം നൽകിയതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.